നമ്മുടെ റെഡ് ലേഡി പപ്പായാണ് കേട്ടോ. ഇതും ഏകദേശം നമുക്ക് നല്ല രീതിയിലൊരു കായ്മാനം ലഭിക്കുന്നുണ്ട്, നല്ല കായും ഒക്കെ കിട്ടുന്നുണ്ട്. വളവും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പപ്പായ നമുക്ക് റെഡ് ലേഡിയിൽ ലഭിക്കുന്നുണ്ട്. റെഡ് ലേഡിയിലെ ഒരു ഉണ്ട ടൈപ്പാണ്. റെഡ് ലേഡിയിൽ തന്നെ കുറച്ചുകൂടെ നീളമുള്ള ടൈപ്പ്. അപ്പോൾ ഇതുണ്ടോ, ഇത് റെഡ് ലേഡിയുടെ നീളനുള്ള ഒരു ടൈപ്പാണ്, നീളനാണ് കുറച്ച്. അപ്പോൾ ഇതിൽ തന്നെ ഒരു പപ്പായ ഉണ്ടോ, ചെറുതൊരെണ്ണം പരുവായിട്ട് നിൽക്കാനുണ്ടോ, അത് ചെറുതാണ്, ഫസ്റ്റിലേ പിടിച്ചാണ് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്യാം. എന്താ ചുവപ്പെന്ന് നോക്കി അല്ലേ. അപ്പോൾ നമുക്ക് ഒരെണ്ണം എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കാം. അതുപോലെ തന്നെ എനിക്ക് നോമ്പാണ്, പൊളിയല്ലേ റെഡ് ലേഡി, നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷ്ണേ നമ്മുടെ സജിത്തണ്ണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ സജിത്തണ്ണ. അപ്പോൾ ബാക്കി ക്ലീൻ ചെയ്തൊക്കെ സജിത്തണ്ണ ക്ലീൻ ചെയ്ത് കഴിച്ചോളും. എന്തായാലും ഞാൻ സജിത്തണ്ണ കൊടുക്കുകയാണ് ഒരെണ്ണം. നമ്മുടെ സജിത്തണ്ണൻ പപ്പായ കഴിച്ചിട്ട് നമ്മുടെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ, റെഡ് ലേഡിയുടെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയും. ഏറ്റവും നല്ല മധുരമുള്ളതാണ്, ആർക്കും കഴിക്കാം, പഴുത്ത് അധികം പോകാറില്ല. എന്തുകൊണ്ടും നമ്മുടെ പപ്പായ, അതായത് റെഡ് ലേഡി, വളരെ ടേസ്റ്റിയാണ്.